ഹലോ ഗ്രേസമ്മായി, ഇത് ഞാനാ, ആനിമോള്. ജോഷുവ, അമ്മച്ചി, ദേ ആനിമോള്. ആനി, ഇത് എന്തൊരു പോക്കാ? എവിടെ നീ? ഞാൻ ട്രിവാൻഡ്രത്താ. ട്രിവാൻഡ്രത്ത് എവിടെ? ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. പപ്പ, ഞാൻ അങ്ങോട്ട് വരിക. 2 ദിവസം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് നീ എന്താ ഇതുവരെ വിളിക്കായിരുന്നു? ഞാനിപ്പോ അങ്ങോട്ട് വരാം. നീ എവിടെയാ? വിവരങ്ങളെല്ലാം ഞാൻ വന്നിട്ട് പറയാം. പപ്പ എന്നോട് പിണങ്ങരുത്, പ്ലീസ്. ആനി, ആനി, ആനി. എന്നതാ അവള് പറഞ്ഞത്? അവൾ ഇങ്ങോട്ട് വരുന്നു. വരാനുള്ളവളാണെങ്കിൽ എന്തിനാ ഫോൺ ചെയ്തത്? ഒരു കൂട്ടുകാരിയെ കണ്ടിട്ട് 2 ദിവസത്തിനകം വരാന്ന് പറഞ്ഞു പോയവളാ. ഇന്ന് ദിവസം എത്രയായി? അവൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ല അമ്മച്ചി. നിനക്ക് തിരക്കാൻ മേലെങ്കിൽ പറ, ഞാൻ പോയി തിരക്കാം. നിന്റെ കളിയൊക്കെ അങ്ങ് സിംഗപ്പൂരിൽ മതി. അവള് വരും അമ്മച്ചി. നിന്നെ ഈ സാമട്ട് കാണുമ്പോഴാ എനിക്ക്, ഞാൻ ഒന്നും പറയുന്നില്ല. ചേച്ചിക്ക് പോകാതെ പറ്റില്ല അനുമോളെ. വേണ്ട, ചേച്ചി എപ്പോഴും ഞങ്ങളിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. ഇതിന് മാറി ചേച്ചിക്ക് പോണം. എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങളോട്? ചേച്ചിക്ക് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിട്ടാ, പോയേ പറ്റൂ. അനു, അനു ബാഗ് തരാൻ. ദേഷ്യം പിടിപ്പിക്കരുതനു. സാരില്ല, മോള് ചെറുതായിട്ടൊന്ന് പേടിച്ചെന്നേ ഉള്ളൂ. ടിനു വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ടിനുവിനോട് ചാച്ചനെ അറിയിക്കണ്ടെന്ന്. മോൾ എന്തിനാ റോഡിലേക്ക് പോയത്? അത് ചേച്ചി പോവാൻ പോയപ്പോ ഞങ്ങളും പുറകെ പോയതാ. പെട്ടെന്ന് ഇങ്ങനെ പോകാൻ തീരുമാനിക്കാൻ ഇവിടെ എന്തുണ്ടായി? കുട്ടികൾ എന്തെങ്കിലും? അത് എന്താ ഉണ്ടായെന്ന് പറയൂ. ചാച്ചൻ നാൻസിന്റെ കല്യാണം കഴിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ല, അതാ ചേച്ചി പോവാൻ പോയത്. വെറുതെ ചുമ്മാ ഓരോന്ന്. ഞാൻ പോകാൻ ഇറങ്ങിയതൊന്നുമല്ല. ചേച്ചി ശരിക്കും പോവാൻ ഇറങ്ങിയതാ. അത് നിങ്ങൾക്ക് ചേച്ചിയോട് സ്നേഹം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ. മേരിക്കുട്ടി, ബെന്നി നാൻസി എന്നൊരു കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ബെന്നി അതിന് തയ്യാറായത്. അടുത്ത ഞായറാഴ്ചയാണ് ബെന്നിയുടെ മനസ്സമ്മതം. ഇനി ഞാൻ ആരാണെന്നും എന്തിനു വന്നു എന്നും പറഞ്ഞ ബെന്നിയെ അത് കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ. എന്റെ സ്വപ്നങ്ങളെല്ലാം തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കുട്ടികൾ, അവർക്ക് എന്നെ വിട്ടുപിരിയാൻ കഴിയുന്നില്ല.
അതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിന്നേ പറ്റൂ. ഇപ്പോഴാണ് ചാച്ചന്റെ അനുമോൾ ഒരു ചുന്ദരി കുട്ടിയായത്. അനുമോള് ചന്ദ്ര കുട്ടിയെന്ന് ചാച്ചന് ഇപ്പളേ മനസ്സിലായുള്ളൂ. അയ്യടാ ഉമ്മ. ചാച്ചനെന്താ ഇപ്പൊ പെട്ടെന്നൊരു സ്നേഹം? അതേ, ചാച്ചനൊരു കാര്യം ചോദിച്ചാല് അനുമോള് സത്യം പറയാവോ? ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താ പോരാ. അതെ, ഇന്നലെ ചേച്ചി അങ്ങനെ പറഞ്ഞോ? എങ്ങനെ? അല്ല, മോൾ എന്തോ പറഞ്ഞല്ലോ. ആ, ചാച്ചൻ നാൻസി ആന്റിയെ കല്യാണം കഴിക്കുന്നത് ആനി ചേച്ചിക്ക് ഇഷ്ടമല്ലെന്നോ അങ്ങനെ എന്തോ. അതെന്തിനാ ചാച്ചന് പറയുന്നേ? ആ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് അറിയണമല്ലോ. എന്തിനാ അറിയുന്നേ? അല്ല, അത് വെറുതെ. അത് ചാച്ചന്റെ ട്രിക്കല്ലേ? ഞാൻ ചേച്ചിയോട് പറയും. അയ്യോ, ദേ, എടി പറയല്ലേ. എടി, അവിടെ നിൽക്കാൻ. അനുകുട്ടി, ദേ, ചാച്ചനാ പറയുന്നത്, അവിടെ നിൽക്കടി. അനുമോൾ അവിടെ നിൽക്കാനാ പറഞ്ഞത്. എപ്പോഴും ഒന്നുമില്ല. എന്താ ചേച്ചിയോട് എന്ന് അറിയട്ടെ, പറ. ചാച്ചൻ ചോദിക്കാ ഇപ്പം മഴ പെയ്യാത്ത എന്താന്ന്. ഇതാണോ വലിയ ആനക്കാര്യം? വാ വാ, ഇനി ഇവിടെ നിൽക്കണ്ട, സ്കൂളിൽ പോകാൻ സമയമായി. ബാഗ് ഇവിടെ. ശരി. ചേച്ചി, ഈ ചാച്ചൻ പറയാ ചേച്ചി ഇവിടുന്ന് പോകുന്നത് ചാച്ചന് ഇഷ്ടമല്ലാതെ. വരട്ടെ. മോളുടെ ഇൻട്രസ്റ്റോട് മാത്രമല്ല പയ്യനെ ഞാൻ സ്റ്റഡി ചെയ്തു. ഈസ് ബ്രില്യന്റ്. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. എനിക്കറിയില്ലേ സാറിന്റെ ബുദ്ധി. ഇപ്പൊ ബെന്നിയുടെ കാര്യം ഞങ്ങളങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വക്കീൽ സാറിന് അറിയില്ലേ? ഓ, അറിയാം. ആ, എന്നാ സാറ് ചെല്ലേ. ആ, അപ്പോ പറഞ്ഞ പോലെ കൃത്യസമയത്ത് തന്നെ എത്തണം. ഓക്കെ സാർ. ആ ബെന്നി, ആ. ഇവളുടെ ഒരു നിർബന്ധം നിങ്ങളുടെ കല്യാണം ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട്. ഞങ്ങളുടെ വളരെ ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്, എന്റെ ഇവളുടെ. ബെന്നി കുട്ടികളെയും കൂട്ടി വരണം. അല്ല, പിന്നെ 7:30 മുനിസിപ്പൽ എഞ്ചിനീയറെ കണ്ട് ഈ പ്ലാൻ ഒന്ന് അപ്രൂവ് ചെയ്യിക്കണമായിരുന്നു. അതൊരു 10-15 മിനിറ്റല്ലേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഡാഡി, ഇന്നിപ്പോ അതിന് പോയില്ലെങ്കിൽ എന്താ? നോ, വർക്ക് ഈസ് മണി. ജോലി കഴിഞ്ഞിട്ടുള്ള പാർട്ടിയൊക്കെ മതി. ഓക്കെ, പറഞ്ഞ പോലെ. പിന്നെ കുറച്ച് നേരത്തെ വരെ നോക്കണം. ഓക്കെ. അത് കൊള്ളാം. ആരും ഇതുവരെ റെഡിയായില്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലേ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഞങ്ങള് വരുന്നില്ല. അതെന്താ? ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലേ? ആ പിശാചാന്റിയുടെ പാർട്ടിക്ക് പോവാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അനു, ഇങ്ങനെയാണോ ചാച്ചനോട് സംസാരിക്കുന്നേ? ഞങ്ങള് പോവൂല പാർട്ടിക്ക്. ഞാൻ എത്ര പറഞ്ഞതാന്നറിയോ ഇവരോട്? കേക്കണ്ടേ? നിങ്ങൾ വരുന്നില്ല, ചാച്ചനും പോണില്ല പാർട്ടിക്ക്. എല്ലാം ഒരുക്കി ആ കുട്ടി കാത്തിരിക്കുമ്പോ ഇപ്പൊ പോകാതിരിക്കാന്ന് വെച്ചാ പാർട്ടിക്ക് പോണം. പാർട്ടിക്ക് പോവാൻ ഞാൻ എപ്പോഴേ റെഡിയായി നിൽക്കുന്നു. താൻ എന്തിനാ റെഡി ആയിരിക്കുന്നത്? അല്ല, കുട്ടികൾക്ക് പോണോന്ന് പറഞ്ഞു, ഞാൻ റെഡിയായി. ആ, കുട്ടികൾ വരുന്നില്ല, അതുകൊണ്ട് ഞാനും പോണില്ല. വാട്ട് ഈസ് ദിസ്? ഭാവി വധു ഒരു പാർട്ടിക്ക് ക്ഷണിക്കുമ്പോ പോകാതിരിക്കുന്നത് മാനേഴ്സ് അല്ല. ഈ വീട്ടിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൊണ്ടുപോകുന്നു, അവിടെ ജസ്റ്റ് 5 മിനിറ്റ്സ് തിരിച്ചുകൊണ്ട് വരുന്നു. സേഫ്. എഴുന്നേക്ക്, എഴുന്നേക്ക് പിന്നെ ഉണ്ണിയേട്ടാ, ഞാനില്ല. ചാച്ചൻ ഇവിടെ വന്നേ ഭക്ഷണം കഴിക്കൂ. ഞാനും അല്ല, Come on, man.